ഇതൊരു കഥയല്ല, മജ്ജയും മാംസവുമുള്ള മനുഷ്യൻ മനസ്സിൽ താലോലിക്കുന്ന സ്വപ്നം. അമ്മ, ആ ഓർമ്മകളാണ് അമ്മയുടെ സുഗന്ധം. അമ്മച്ചി, ഞാനിപ്പോൾ കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ മുൻപിലാണ്. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പ്ലെയിനിലോട്ട് കയറും. കൂട്ടുകിടക്കാനായിട്ട് ക്ലാര ചേച്ചിയെ വിളിക്കണേ. എനിക്ക് പേടിയൊന്നുമില്ലടാ, നിന്റെ അപ്പച്ചൻ പാപ്പച്ചായന്റെ കൂടെ ഉണ്ടോ? അമ്മച്ചിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമായേനെ. പിന്നെ മരുന്ന് കഴിക്കാൻ മറക്കരുതേ. അമ്മച്ചിക്ക് ആ മൂത്രം തന്നെത്താൻ പോകുന്ന പ്രശ്നം കൂടുതലാവും കേട്ടോ. അതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ടടാ. അമ്മച്ചിക്കും കൂടി വരായിരുന്നു എൻ്റെ കൂടെ മലേഷ്യക്ക്. ഒരു യാത്രയായില്ലേ അമ്മച്ചി? പിന്നെ ഇത്തവണെങ്കിലും നിനക്ക് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ നീ കണ്ടുപിടിക്കണം കേട്ടോ. നോക്കട്ടെ അമ്മച്ചി. ഈ അമ്മച്ചിയുടെ ഒരു കാര്യം, ദേ കൂടെയുള്ളവർ വിളിക്കുന്നുണ്ട്. ഫ്ലൈറ്റിൽ കയറാൻ സമയമായെന്ന് തോന്നുന്നു. അമ്മച്ചി, ഈ വിമാനം പൊങ്ങണ കാര്യം ഓർക്കുമ്പോഴാ പേടിയാവണം അമ്മച്ചി. നീ പേടിക്കണ്ടടാ, നിന്റെ കയ്യിൽ കൊന്തയില്ലേ, അത് പിടിച്ച് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. പിന്നെ ദേ ഈ കൊന്ത താഴെ വീഴാതെ നീ ശ്രദ്ധിക്കണം കേട്ടോ. കൊന്ത താഴെ വീഴുന്നത് ഒരു നല്ല ലക്ഷണമല്ല. അമ്മച്ചി, ഞങ്ങൾ മലേഷ്യയിലെത്തി. ഇനി ഇവിടെ നിന്ന് ബസ്സിലാണ് പോകുന്നതെന്നാണ് പറയുന്നത്. ഒരു സുന്ദരി പെൺകുട്ടി എന്ന് പേരൊക്കെ വിളിക്കുന്നുണ്ട്. എടാ, അവള് കല്യാണം കഴിച്ചതാണോ? ഈ അമ്മച്ചിയുടെ ഒരു കാര്യം. അമ്മച്ചി, കെട്ടിടങ്ങൾ കാണണം. എന്തൊരു പൊക്കം അമ്മച്ചി, കണ്ടാ പേടിയാവും. ഇനി തിൻ ടവേഴ്സിലോട്ടാണ് നമ്മുടെ യാത്ര. അമ്മച്ചി, ഞങ്ങൾ ഇവിടെ നിന്ന് ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ബിൽഡിങ്ങിലേക്കാണ് പോകുന്നതെന്നാണ് പറയുന്നത്. ആഹാ. അമ്മച്ചി, വറീദേട്ടൻ അവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടടാ മോനെ. പിന്നെ നമ്മുടെ ബ്ലാക്ക് എന്ത് പറയുന്നു അമ്മച്ചി? അവൻ നിന്നെ നോക്കി മുൻവശത്തിരിക്കണ്ടാ. അമ്മച്ചി, നോക്കിയാ കണ്ണെത്തില്ല. ആകാശം മുട്ടി നിൽക്കുകയാണെന്നാ തോന്നുന്നത്. എന്തൊരു വലിയ കെട്ടിടം അമ്മച്ചി. എടാ, നീ പറഞ്ഞ ആ പെങ്കൊച്ചിന്റെ കാര്യം എന്തായി? അവൾക്ക് അല്പം ഗമ കൂടുതലുണ്ടോന്നൊരു സംശയം അമ്മച്ചി. എന്നെ ഒന്ന് മൈൻഡ് ചെയ്യണം കൂടിയില്ല അമ്മച്ചി. നിന്നെ ഇഷ്ടപ്പെടാനുള്ള വിദ്യയും കൂടി ഞാൻ പറഞ്ഞു തരുന്നു. ഈ അമ്മച്ചിയുടെ ഒരു കാര്യം. അമ്മച്ചി, കെട്ടിടം മുഴുവൻ സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണേന്ന്. അമ്മച്ചി, ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ പേടിയാവണം അമ്മച്ചി. തല കറങ്ങണ പോലെ തോന്നണം. എടാ, നിന്റെ കൊന്ത നിന്റെ കയ്യിലില്ലേ? കൊന്ത പോക്കറ്റിലിട്ടാ ഒന്നും പേടിക്കാനില്ല. ധൈര്യമായിട്ട് അതൊക്കെ കാണ്. പിന്നെ ദേ ഈ കൊന്ത താഴെ വീഴാതെ നീ ശ്രദ്ധിക്കണം കേട്ടോ. എടാ, നീ ആ കൊച്ചിൻ്റെ കാര്യം പറ. അമ്മച്ചി, അവൾ ഏത് നേരവും ഫോണും കൊണ്ടാ നടപ്പ്. എടാ, അവരൊക്കെ നല്ല പഠിപ്പുള്ള പിള്ളേരല്ലേ, ഇപ്പോഴത്തെ കാലല്ലേ. പിന്നെ അമ്മച്ചി, അവളുടെ ഡ്രസ്സാണെങ്കിൽ ജീൻസും ബനിയനുമാണ്. എനിക്കതൊന്നും ഇഷ്ടമല്ല അമ്മച്ചി. അമ്മച്ചിക്ക് അറിയാമല്ലോ, എനിക്ക് അമ്മച്ചിയെ പോലെ ലളിതമായിട്ട് വസ്ത്രം ധരിക്കുന്ന കുട്ടികളെ ഇഷ്ടം. അവളൊരു പാവാടയും ബ്ലൗസൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായേനെ. അതൊന്നും ഒരു കുഴപ്പമില്ല. വിളിച്ചോ? ആരാ അമ്മച്ചി അത്? എടാ, അത് നിന്റെ അപ്പച്ചൻ്റെ കൂടെ പഠിച്ച കാസിംബായിയാ. വറീതേ, പാപ്പിച്ചായൻ്റെ ആ ചെരുപ്പും കുടയും ഒന്നങ്ങോട്ട് കൊടുക്ക്. കുറച്ച് പണിയുണ്ട്, 2-3 കമ്പി പൊടിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവരാം. നമ്മൾ ടോണിക്കുട്ടനെ കണ്ടില്ലല്ലോ. ടോണിക്കുട്ടൻ മലേഷ്യക്ക് പോയിക്കുക. ഞാൻ ഒരുപാട് നിർബന്ധിച്ചു,
എന്നെ ഒറ്റയ്ക്കാക്കി പോകാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഈ പെൺകൊച്ചിനെ കണ്ടിട്ടുണ്ടെന്ന് പറയണ്ടേ. അമ്മച്ചി ആ ഫോൺ ഇക്കാക്കിക്ക് ഒന്ന് കൊടുക്കാമോ? ഇക്ക സുഖം തന്നെയല്ലേ? ആ മോൻ്റെ അമ്മച്ചി വിളിച്ചിട്ട് വന്നതാ. അപ്പച്ചൻ്റെ കുടയിൽ ചെരിപ്പൊക്കെ ഒന്ന് ശരിയാക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഇക്ക ഷെറീഫിനും ഇത്താത്തയ്ക്കും ഒക്കെ സുഖം തന്നെയല്ലേ? സുഖം തന്നെ മോനെ. അമ്മച്ചി പറഞ്ഞു ഈ തവണ മോൻ്റെ കല്യാണം ഉണ്ടെന്ന്. മോനെ അതിന് പെണ്ണിനെ കണ്ടെന്നോ ഇഷ്ടപ്പെട്ടെന്നോ ഒക്കെ കേട്ടു. ശരിയാണോ മോനെ? അത് ഞാൻ ചുമ്മാ പറഞ്ഞതേക്കാം. ഈ പഠിപ്പൊന്നുമില്ലാത്ത ഞാൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെയും കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് അവൾ പിന്നീട് എൻ്റെ അമ്മച്ചിയുമായിട്ട് വഴക്കുണ്ടാക്കിയ എനിക്കത് സഹിക്കാൻ പറ്റില്ലക്ക, സഹിക്കാൻ പറ്റില്ല. അമ്മച്ചി, ഇപ്പം ഞാൻ നിൽക്കുന്നത് ബുദ്ധ സന്യാസികൾ താമസിച്ചിരുന്നൊരു സ്ഥലത്താണ്. ഇവിടെ ഒരു കൂറ്റൻ ശ്രീബുദ്ധൻ്റെ പ്രതിമയുണ്ട്. എന്തൊരു പൊക്കോ അമ്മച്ചി അതിന്. എടാ ടോണിക്കുട്ടാ, നീ വരുമ്പോൾ അമ്മച്ചിക്ക് ഒരു കുപ്പി ബ്രാൻഡ് വാങ്ങിച്ചുകൊണ്ട് വരണം കേട്ടോ. അമ്മച്ചി കുടിക്കാനാ? അല്ലട പൊട്ട, എനിക്കതേ പാപ്പിച്ചായൻ്റെ ഫോട്ടോൻ്റെ അടിയിൽ വെക്കാനാ. എനിക്കറിയാലോ അപ്പച്ചനും ബ്രാൻഡി നല്ല ഇഷ്ടമായിരുന്നു. എടാ നിൻ്റെ അപ്പച്ചനെ ഭയങ്കര ഗൗരവക്കാരനായിരുന്നു. കണ്ണു കുടിച്ച് കഴിയുമ്പോഴാണ് അത് ഞാൻ എന്തെങ്കിലും കുരിശിലാണ് രക്ഷ, കുരിശേ നമിച്ചിടുന്നു. എടി സാറാമ്മേ, സാറാമ്മേ, ഈ അടുക്കള ഭാഗത്തെ ലൈറ്റ് നിനക്ക് ഓഫ് ചെയ്തൂടെ? നിനക്ക് എന്താ ഷോക്ക് അടിക്കോ? കറണ്ട് ചാർജ് നിന്റെ അപ്പം കൊണ്ട് തരുമോ? നിങ്ങൾ ഇന്ന് ഒരുപാട് കുടിച്ചു അല്ലേ? ആ കുടിച്ചു. ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയ കാശ് കൊണ്ടാ കുടിച്ചേ, അല്ലാണ്ട് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്ത്രീധന കാശ് കൊണ്ടൊന്നുമല്ല. മനസ്സിലായോ? വരുന്ന വഴിക്ക് വല്ല കുഴിയിലും വീണ് കയ്യിലും കാലിനും എന്തെങ്കിലും പറ്റിയാലോ? കുണ്ടിലും കുഴിയിലും വീണതേ നിന്റെ അപ്പൻ. എന്തിനാ നിങ്ങൾ എൻ്റെ അപ്പച്ചനെ പറയണേ? അപ്പച്ചൻ മരിച്ചിട്ട് 10-25 വർഷമായില്ലേ? എന്തിനാ അപ്പച്ച അപ്പാപ്പന്റെ പേര് പറഞ്ഞിട്ട് അമ്മച്ചിനെ വിഷമിപ്പിക്കണേ? ടോമിക്കുട്ട, ഞാൻ അങ്ങനെ അടിച്ച് ബ്ലൂസൊന്നും ആയിട്ടില്ലടാ. എനിക്ക് അങ്ങനെ തമാശ പറയാനൊന്നും അറിയില്ലടാ. ഇങ്ങനെയൊക്കെ പറയുമ്പോ എൻ്റെ അമ്മയുടെ മുഖം ഒന്ന് ചുവന്ന് തുടുക്കും. അത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറയുന്നതാടാ. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ അറിയുള്ളൂടാ. എനിക്ക് എൻ്റെ സാറാമ്മയും നീയും മാത്രമല്ലേ ഉള്ളൂടാ ഈ ലോകത്തിൽ. ഈ അപ്പച്ചന്റെ ഒരു കാര്യം. മനുഷ്യ, നിങ്ങൾ വല്ലതും കഴിച്ചോ? ഞാൻ കുറച്ച് പോത്തിറച്ചെടുക്കട്ടെ. എടുക്കടി സാറാമ്മേ. വാ അപ്പച്ച, നമുക്ക് ഉള്ളിൽ പോയി കഴിക്കാം. ഞാൻ കൊണ്ടുവരാം അമ്മച്ചി. അമ്മച്ചി എന്തു പറഞ്ഞാലും ഞാൻ കൊണ്ടുവരും. ഈ ലോകത്തിൽ എനിക്ക് അമ്മച്ചി മാത്രമല്ലേ ഉള്ളൂ അമ്മച്ചി.
അമ്മച്ചി ഇനി ഞങ്ങൾ പോണത് ബാട്ടു കേവ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശ്രീമുരുകൻ്റെ പ്രതിമയുള്ളതെന്ന്. ആണോ? ഇനി ഞങ്ങൾ വലിയ മീനുകളുള്ളൊരു സ്ഥലത്തേക്കാണ് പോണത് അമ്മച്ചി. എൻ്റെ അമ്മച്ചി, എന്തൊരു വലിയ മീനുകളാ! അമ്മച്ചി കറി വയ്ക്കണ എല്ലാ തരം മീനുകളും ഇവിടെ ഉണ്ട്. ഒരുപാട് വലിയ മീനാണോടാ? എൻ്റെ അമ്മച്ചി, എല്ലാം വലിയ മീനുകളാ. തെരണ്ടിയുണ്ട്, വറ്റയുണ്ട്, സ്രാവുണ്ട്, ഓ വലിയ ആമകൾ. ഇനി ഹോട്ടലിലേക്ക് പോയി ഭക്ഷണവും താമസവും അമ്മച്ചി. കൊന്ത താഴെ വീഴാതെ നോക്കണം. കൊന്ത താഴെ വീഴുന്നത് ഒരു നല്ല ലക്ഷണമല്ല മോനെ. എന്താ പറയുതേട്ടാ? സാറാമ്മച്ചി നമ്മളെ വിട്ടു പോയി മോനെ. ഇനി ഞാൻ അങ്ങോട്ട് വരില്ല. എൻ്റെ അമ്മച്ചിയെ കൊണ്ടുപോയ ആളല്ലേ. അമ്മച്ചി, ഈ ലോകത്തിൽ ഇനി എനിക്ക് ആരുണ്ട് അമ്മച്ചി? അമ്മച്ചി എന്നെ വിട്ടുപോയില്ലേ അമ്മച്ചി? എടാ, ഞാൻ പഠിച്ച സ്കൂളായത്. ഞാനിവിടെ ഒരുപാട് ഓടിക്കളിച്ചിട്ടുണ്ട് മോനെ. എടാ, ഞാൻ നന്നായിട്ട് ബാസ്ക്കറ്റ് ബോൾ കളിക്കുമായിരുന്നു. എടാ, ഞാനീ പുഴ നീന്തി നീന്തി അക്കരെ പോവായിരുന്നുടാ. മോനെ, നീ വീട്ടിലേക്ക് പോണില്ലേടാ? പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് പോ മോനെ. മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കും മോനെ. എടാ ടോണിക്കുട്ടാ, നീ വരുമ്പോൾ അമ്മച്ചിക്ക് ഒരു കുപ്പി ബ്രാൻഡ് വാങ്ങിച്ചുകൊണ്ട് വരണം കേട്ടോ. അമ്മച്ചി, അമ്മച്ചി പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ടാങ് ടാങ്.
അമ്മച്ചി അമ്മച്ചി എന്താടാ നോക്കണേ? അമ്മച്ചി, അമ്മച്ചിയുടെ മുടിക്ക് എന്തൊരു നല്ല മണമാണ്. അത് ഞാൻ കാച്ചിയ വെളിച്ചെണ്ണ തേക്കണേന്ന് നിനക്കറിയില്ലേ? എല്ലാ പെൺകുട്ടികളുടെയും മുടിക്ക് ഇത്രയ്ക്ക് നല്ല മണം ഉണ്ടാവും അമ്മച്ചി? എടാ പൊട്ടാ, അതിനല്ലേ നിന്നോടൊരു കല്യാണം കഴിക്കാൻ പറയണേ? അത് ശരിയാവില്ല അമ്മച്ചി. എന്താടാ ശരിയാവാത്തെ? നമ്മുടെ ഈ സ്നേഹത്തിന്റെ ഇടയിൽ മൂന്നാമതൊരാളും കൂടി വന്ന് എനിക്ക് അമ്മച്ചിയോടുള്ള സ്നേഹത്തിൽ കുറവ് വന്നാണ് പിന്നെ സഹിക്കാൻ പറ്റില്ല അമ്മച്ചി. നീ എന്നെ കരയിപ്പിക്കും. അമ്മച്ചി, എന്താടാ? എനിക്ക് അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് കിടക്കണം. എനിക്ക് ഈ മൂത്രം തന്നെത്താനെ പോണ അസുഖമാണെന്ന് നിനക്കറിയില്ലേ? നിന്റെ മേത്തൊക്കെ അതൊക്കെ ആവില്ലേ? അത് സാരമില്ല അമ്മച്ചി. എന്റെ മൂത്രത്തില് അമ്മച്ചി എന്തോരം കിടന്നിട്ടുള്ളത്. എന്താടാ ഒരാലോചന? ഈ വരാപ്പുഴ വരെ വന്ന് കടത്ത് വഞ്ചിയൊക്കെ കടന്ന് ഇത്രയും തങ്കം പോലത്തെ ഒരു അമ്മച്ചിയെ കൊണ്ടുവരാൻ എൻ്റെ അപ്പച്ചൻ ഒരുപാട് പാട് കഴിച്ചിട്ടുണ്ടാവും അല്ലേ? നിനക്ക് തേങ്ങാപ്പീര വേണ്ടേ? താമച്ചി നാടാ. വായ അടച്ചു പിടിച്ച് ചവയ്ക്കട പൊട്ടാ. വരുന്ന പെൺകുട്ടികൾക്കാണെന്നും അത്ര ഇഷ്ടാവില്ല. അത് സാറാമ്മച്ചി, കല്യാണ പരിപാടി നടക്കൂല അമ്മച്ചി. എടാ, എനിക്ക് വയസ്സായി വരെയല്ലേ. ദൈവം വിളിച്ചാ ഞാൻ പോവും. പിന്നെ ഈ ലോകത്തില് നീ ഒറ്റയ്ക്കാവില്ലേ? അങ്ങനെ ദൈവം അമ്മച്ചിയെ വിളിച്ച പിന്നെ ദൈവത്തിനോട് ഞാൻ മിണ്ടില്ല അമ്മച്ചി. മോനെ, അമ്മച്ചി ഒരു കുട നന്നാക്കാൻ തന്നിരുന്നു. ആരാ പറയതേട്ടാ? അത് അപ്പുറത്തെ വീട്ടിലെ ആ പുതിയ താമസക്കാരാണ്. അമ്മച്ചി പുരട്ടുന്ന അതേ എണ്ണയുടെ മണം. തേങ്ങാപ്പീര
എന്താടാ ഇത് വായടച്ച് ചവച്ച് കഴിക്കാറില്ലേ? എൻ്റെ അമ്മച്ചി തേക്കുന്ന അതേ എണ്ണയുടെ മണം. എനിക്ക് അമ്മയില്ല. ഞാൻ ചേച്ചിയെ അമ്മച്ചി എന്ന് വിളിച്ചോട്ടെ. അതിനെന്താ, മോൻ വിളിച്ചോളൂ. ഈ എണ്ണ മോൻ കൊണ്ടുപോളൂ.